ഹലോ, ഗുഡ് ഈവനിങ്. ഹാപ്പി വാലന്റൈൻസ് ഡേ. നല്ല പിങ്ക് ഫ്ലവർ ഉണ്ടായിട്ടുണ്ട്. ഫെബ്രുവരി ഈസ് നോട്ട് എ ബോറിംഗ് മന്ത്. ഫെബ്രുവരി ഈസ് എ മന്ത് ഓഫ് ബ്ലൂംസ്. ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്. ശരിയാ, മേ ബി ലവ് ഇസ് ഇൻ ദ എയർ. അതുകൊണ്ടായിരിക്കും അല്ലേ? നല്ല രസമുള്ള ഫ്ലവേഴ്സ് എല്ലായിടത്തും ബ്ലൂം ചെയ്യുന്നുണ്ട്. ചൂടുകാലമാണെങ്കിലും സ്പ്രിംഗ് സീസൺ ആണ് അല്ലേ? അപ്പം ഈവൻ നേച്ചർ ഈസ് celebrating love. So, happy Valentine's Day to all. Celebrate, no breakups, just enjoy. ഇപ്പോഴത്തെ ലവ് ലൈഫ് പിന്നെ ഫെവിക്കോൾ ഇട്ട് ഒട്ടിച്ച പോലെ ഇല്ല അല്ലേ? പെട്ടെന്ന് പെട്ടെന്ന് ഷോർട്ട് ലിവ്ഡ്, ഈ ഷോർട്സ് പോലെ, ഇൻസ്റ്റാഗ്രാം ഷോർട്സ് പോലെ ഷോർട്ട് ബട്ട് സ്വീറ്റ്. പക്ഷേ അതിനൊന്നും ഒരു ഇതില്ല, ട്രൂത്ത് ഇല്ല. എന്തുകൊണ്ടാ? വാട്സാപ്പ് ഉണ്ട്, ഫോണുണ്ട്. കുറച്ച് സമയം കൊണ്ട് എല്ലാം മടുക്കും. പണ്ടത്തെ കാലത്ത് ലവേഴ്സ് നല്ല കഷ്ടപ്പെടുന്നുണ്ട്. ഒരു ലെറ്റർ എഴുതാൻ തന്നെ കുറച്ച് നല്ല ഇംഗ്ലീഷോ ഹിന്ദിയോ മലയാളമൊക്കെ വേണം. അത് കഴിഞ്ഞ് എഴുതി കഴിഞ്ഞാലോ അതൊന്ന് കൊടുക്കണമെങ്കിൽ തന്നെ അത് കുറേ കഷ്ടപ്പെടണം അല്ലേ? അപ്പോൾ അതൊക്കെ ആണ് അതിൽ ത്രില്ലുണ്ടാവും. ഇപ്പം എന്ത്, ഒരു ത്രില്ലും ഇല്ല. പെട്ടെന്ന് ഒരാളെ കണ്ട് കുറച്ച് ദിവസം കൊണ്ട് വാട്സാപ്പിൽ മെസ്സേജസ് ഇട്ട് ഒന്ന് പുറത്ത് പോയി, അത് മതിയായി. പിന്നെ അടുത്ത ഒരാളെ കണ്ട്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ വാലന്റൈൻസ് ഡേൻ്റെ പ്രത്യേകത അല്ലേ? അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്യൂസ് ചെയ്യും നന്നായിട്ട്. ബോയ്സ് ആണെങ്കിലും ഗേൾസും എല്ലാവരും അങ്ങനെയല്ല കേട്ടോ. ഇത് ഞാൻ എല്ലാവരെയും വെച്ചിട്ടല്ല, അതിലും നല്ല ട്രൂ ലവ് ഒക്കെ ഉണ്ടാവും. അപ്പം ട്രൂ ലവിന് വേണ്ടിയിട്ട് ഓൾ ദ ബെസ്റ്റ്. ജസ്റ്റ് ടൈം പാസ് ആയിട്ട് വെറുതെ കളിക്കണ്ട. പിന്നെ എല്ലാ കാര്യങ്ങളും സീരിയസ് ആയിട്ട് എടുക്കുക. പഠിക്കുന്ന സമയത്ത് പഠിക്കുക. വെറുതെ സമയം കുറച്ച് എൻജോയ്മെൻ്റ് ഒക്കെ നല്ലതാണ്. കൂടിപ്പോയാൽ അത് നല്ലതല്ല. അഡ്വൈസസ് ഇഷ്ടമില്ലാത്ത ഇപ്പോഴത്തെ ന്യൂ ജെൻസി കിഡ്സിന് വേണ്ടിയിട്ടാണ് ഇതൊരു ചെറിയൊരു അഡ്വൈസ്. ഓക്കെ, hope you understand what I'm saying. Bye. Happy Valentine's Day. Enjoy.